ഷിഗല്ല നമ്മുടെ മുൻപിൽ വലിയ ആശങ്കകൾ സൃഷ്ടിക്കുകയാണ്. ഇപ്പോൾ മലപ്പുറത്ത് ഷിഗല്ല ബാധയെ തുടർന്ന് ഒരു മരണം കൂടി സ്ഥിരീകരിച്ചു എന്ന് പറയുന്ന ആശങ്കപ്പെടുത്തുന്ന ഒരു വിവരം കൂടി വരികയാണ്. ഇന്നലെ രാത്രിയാണ് മരണം സംഭവിച്ചത്. കടുത്ത വയറിളക്കത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ മരണപ്പെട്ട കീഴാറ്റൂർ സ്വദേശിക്ക് സരോജിനിക്ക് ഷിഗല്ല ബാധയുണ്ടായിരുന്നു എന്ന വിവരമാണിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. പരിശോധനാ ഫലമാണ് ലഭിച്ചിരിക്കുന്നത്. സ്വാലിഹ് നമ്മളോടൊപ്പം ചേർന്നു മലപ്പുറത്ത് നിന്ന്. നോക്കാം എന്താണ് ഷിഗല്ലയുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് നിന്ന് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. സ്വാലി, ഗുഡ് മോർണിംഗ്. സ്വാലി, വല്ലാതെ ആശങ്കപ്പെടുത്തുകയാണ്. ഒരു ഭാഗത്ത് നിപ, മറുഭാഗത്ത് ഷിഗല്ല, അതിനിടയിൽ പടർന്നു പിടിക്കുന്ന പകർച്ചപ്പനി. ഇപ്പോൾ ഷിഗല്ല ബാധിച്ച മലപ്പുറത്ത് ഒരു മരണം കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നത് നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ വേണ്ട വിധത്തിൽ നടക്കുന്നുണ്ടോ സ്വാലി? എന്താണ് മലപ്പുറത്തുനിന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്? മനു, ഇന്നലെയാണ് ഈ രോഗം, കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സരോജിനി മരിക്കുന്നത്. കീഴാറ്റൂർ സ്വദേശിനിയാണ്, പെരിന്തൽമണ്ണ കീഴാറ്റൂർ സ്വദേശിനിയാണ്. 60 വയസ്സുണ്ടായിരുന്നു. അവർക്ക് വയറിളക്കം ബാധിച്ച് തിങ്കളാഴ്ച മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ നിന്ന് ഇത് രോഗം ഭേദമാവാത്തതിനെ തുടർന്നാണ് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ വെച്ച് മരണവും സംഭവിച്ചു. പിന്നീട് നടത്തിയ PCR പരിശോധനയിലാണ് മരണകാരണം ഷിഗല്ലയായിരുന്നു എന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള മുന്നൊരുക്കങ്ങളോ ഒന്നും തന്നെ നമുക്ക് മലപ്പുറത്ത് ഇപ്പോൾ കാണാനില്ല. 3 പേർക്കാണ് മലപ്പുറത്ത് ഷിഗല്ല ബാധ സംശയിക്കുന്നത്. പക്ഷേ ഈ ഘട്ടത്തിലൊന്നും കീഴാറ്റൂർ പഞ്ചായത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങളോ അതല്ലെങ്കിൽ ഒരു അവലോകന യോഗം പോലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് മലപ്പുറത്ത് നടക്കുന്നില്ല എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഒരു തരത്തിലുള്ള ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവരുടെ മൃതദേഹം നേരത്തെ സംസ്കരിച്ചിരുന്നു. കീഴാറ്റൂർ പഞ്ചായത്തിലാണ്. എവിടെ നിന്നാണ് ഈ രോഗബാധ ഉണ്ടായത് എന്നത് സംബന്ധിച്ച ഒരു വ്യക്തത ഇപ്പോഴും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവരുമായി അടുത്ത ബന്ധുക്കൾക്ക്, ഇവരുടെ വീട്ടിൽ താമസിച്ച മറ്റുള്ളവർക്കൊന്നും തന്നെ ഇത്തരത്തിൽ രോഗലക്ഷണങ്ങളൊന്നും തന്നെ കാണാനില്ല എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. മഞ്ചേരി പോലും ജാഗ്രതയുടെ ഭാഗമായി അവരെ നിരീക്ഷണത്തിലും സമ്പർക്ക വിലക്കിലും ഒക്കെ ആക്കേണ്ടതല്ലേ? ആ രീതിയിലുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ സ്വാലി? അതിനെക്കുറിച്ച് അറിയാൻ കഴിയുന്നുണ്ടോ? മനു, ഇതുവരെ നമുക്ക് അത്തരത്തിലുള്ള ഒരു വിവരങ്ങളുമില്ല. നമുക്കറിയാം, കോഴിക്കോട്ടേതിനു പോലെ തന്നെ മലപ്പുറത്തും ഇപ്പോൾ DMO ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. ആർക്കാണ് പകരം ചുമതല നൽകിയിരിക്കുന്നത് എന്നത് സംബന്ധിച്ച ഒരു വ്യക്തത ഇന്ന് നമുക്ക് ഉണ്ടാവും. അതായത് ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഇന്ന് അവലോകന യോഗം ഉണ്ടാവുമെന്നൊക്കെ അറിയിച്ചിരുന്നു. പക്ഷേ അതൊക്കെ പിന്നീട് മാറ്റിവെക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ കീഴാറ്റൂർ പഞ്ചായത്തിൽ സ്വാഭാവികമായും പഞ്ചായത്ത് ഇക്കാര്യത്തിൽ ഒരു ഇടപെടലുകളൊക്കെ നടത്താറുണ്ട്. അതുപോലും ഇന്ന് നമുക്ക് ഇത് ഷിഗല്ലയാണ് മരണകാരണം എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുന്നൊരുക്കം പോലും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നില്ല. മനു.